നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിറവിൽ ആറാട്ടുപുഴയും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി വെങ്കിടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് തുടക്കമായി. സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ ചാക്യാർക്കടവ് വേൾഡ് കോർണർ കലാകായിക കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുക കൈമാറിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻവയോൺമെന്റ് ഫോർ എഡ്യൂക്കേഷന്റെ ഭാഗമായി ശലഭോദ്യാനമൊരുക്കി. ഉദ്യാനം സമർപ്പിച്ചത് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ കലോത്സവത്തിന് തുടക്കം. ചലച്ചിത്ര താരം ഡോക്ടർ കൃപ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNGLP സ്കൂളിൽ കലോത്സവം സമന്വയത്തിന് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴയിൽ ജനിച്ച് ഗ്രാമീണത തുളുമ്പുന്ന ഒട്ടേറെ ഗാനങ്ങൾക്ക് ഈണം നൽകിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ പതിരാണെന്നോർത്തു കനവിൽ എന്ന ഗാനം ആലപിച്ചതിനാണ് അവാർഡ്. സിനിമയിൽ മൺമറഞ്ഞ മഹാരഥന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടും എവർഗ്രീൻ പാട്ടുകൾ സമ്മാനിച്ചിട്ടും സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇതുവരെ മാഷിന് ലഭിച്ചിരുന്നില്ല. മികച്ച ഗായകനുള്ള പുരസ്കാരം 79-ാം വയസ്സിൽ തേടിയെത്തിയപ്പോൾ സംഗീത സംവിധായകരിലെ കാരണവർ തന്റെ സന്തോഷം പങ്കുവച്ചു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷവും അത്ഭുതവും തോന്നുന്നു. ആദ്യമായാണ് ഇങ്ങനെയൊരു പുരസ്കാരം ലഭിക്കുന്നത്. വളരെ സന്തോഷം, വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. സന്തോഷം. അംഗീകാരം ഒരു പാട്ടുകാരൻ എന്നുള്ള എനിക്ക് കിട്ടി. ഇപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്തു കേട്ടു. ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും സന്തോഷമേ ഉള്ളൂ. പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കണതാ. അതിനല്ല, പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ വയ്യ. എന്തൊരു അനുഗ്രഹം തന്നെ. ചിറവരമ്പത്ത് ചിരുദേവിക്കാവ് തിരുനടത്താക്കോല് തിരുടരെടുത്തിട്ടു, കരുമാടിപ്പിള്ളേര് ചിറയിലെടുത്തിട്ടു, തിരുകിയാർ അരയുടെ വികൃതി മടുത്തിട്ടോ, അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയേ പോ. പുലരിയിലെത്തി ചിറയിൽ കുളിച്ച് പുതിയ മോഹങ്ങൾ ചിറകിട്ടടിച്ച് തിരുവട്ടം കാണാൻ ഉളർ കൊതിച്ച് തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിത തട്ടുയർത്താനും ചിരുദേവി അമ്മയുടെ ചെറുമക്കളെത്തി. മുത്തച്ഛൻ കൊച്ചക്കൻ ആശാൻ, ഇരിങ്ങാലക്കുട ഗോവിന്ദൻകുട്ടി പണിക്കർ, R. വൈദ്യനാഥ ഭാഗവതർ, ശങ്കരനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്നാണ് വിദ്യാധരൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത്. ഗായകനാകാൻ ആഗ്രഹിച്ച ചെന്നൈയിലെത്തിയ വിദ്യാധരൻ മാഷിന് 1965-ൽ ദേവരാജൻ മാസ്റ്ററാണ് ആദ്യ അവസരം നൽകിയത്. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ മെഹബൂബിനൊപ്പം ഓ റിക്ഷാവാല എന്ന ഗാനത്തിന് കോറസ് പാടിക്കൊണ്ടായിരുന്നു തുടക്കം. ശേഷം സംഗീത സംവിധായകനായി. 1984-ൽ ശ്രീമൂലം നഗരം വിജയന്റെ എന്റെ ഗ്രാമം സിനിമയിലായിരുന്നു അരങ്ങേറ്റം. അതിലെ കൽപ്പാന്തകാലത്തോളം എന്ന ഗാനം എക്കാലത്തെയും സൂപ്പർ ഹിറ്റായി. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ.
തുടർന്ന് സിനിമാ സംഗീത ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അനവധി ഗാനങ്ങൾ. കാണാൻ കൊതിച്ചുവിലെ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, വീണപൂവിലെ, നഷ്ടസ്വർഗങ്ങളെ, അച്ചുവേട്ടന്റെ വീട്ടിലെ, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, പാദമുദ്രയിലെ, അമ്പലമില്ലാതെ, ആൽത്തറയിൽ വാഴും തുടങ്ങി ഹൃദയത്തിൽ പതിഞ്ഞ ഗാനങ്ങൾ മൂളാത്ത മലയാളികൾ ചുരുക്കം. ആറാട്ടുപുഴ ഗ്രാമത്തിൽ ജനിച്ചതിന്റെ വിശുദ്ധി കൊണ്ടാകാം ഗ്രാമീണ ഗാനങ്ങളായിരുന്നു മാഷിന്റെ സൃഷ്ടികളിൽ ഭൂരിഭാഗവും. മുല്ലനേഴി മാഷ്, വിദ്യാധരൻ മാഷ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന പുഞ്ചവയൽ ചെറയുറയ്ക്കണ തോറ്റം പാട്ട്, പാണ്ഡ്യാലക്കടവും വിട്ട്, പാട്ടും കൂത്തും താളവുമിട്ട്, തെക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും, തെയ്യത്തിന് ചെമ്മാനപ്പന്തൽ തുടങ്ങി ഗ്രാമീണ ഗാനങ്ങൾ ഒരു കാലത്തെ ജനത ഏറ്റുപാടി. ഗ്രാമീണ ഗാനങ്ങൾ, നാടകം, ഭക്തിഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് പാട്ടുകൾക്ക് മാഷ് ഈണം പകർന്നു. ആറാട്ടുപുഴ പറതൂക്കം പറമ്പിൽ ശങ്കരന്റെയും തങ്കമ്മയുടെയും മൂത്ത മകനായി 1945 മാർച്ച് 6-നാണ് വിദ്യാധരൻ മാഷ് ജനിച്ചത്. ജനപ്രിയ സംഗീത സംവിധായകനും ഗായകനുമായ നടേഷ് ശങ്കർ ഉൾപ്പെടെ 6 സഹോദരങ്ങൾ. ഭാര്യ ലീല, മക്കൾ സംഗീത, സജിത്, മരുമക്കൾ ചന്ദ്രൻ പെരിങ്ങോട്, അനില. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് തുടക്കമായി. സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. പരിശീലനം പൂർത്തീകരിച്ച അമ്മമാർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, പന്തളം സജിത് കുമാർ, AM വക്കച്ചൻ, വർഗീസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് ഇന്ന് തങ്ങളുടെ കുട്ടികളെ, അത്യാവശ്യം ബുദ്ധിയും ഇൻ്റലിജൻസൊക്കെ ഉള്ള കുട്ടികളെ എത്ര മുകളിലേക്ക് എത്തിച്ചാലും മതി വരാത്ത ഒരു കൂട്ടം മാതാപിതാക്കൾ, മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കൾ, അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന കുട്ടികളും. മറുഭാഗത്ത് തങ്ങളുടേതല്ലാത്തൊരു പ്രശ്നം കൊണ്ട് ബുദ്ധിപരമായും മറ്റു പല രീതിയിലും വെല്ലുവിളി അനുഭവിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ. ഇവർ തമ്മിലുള്ള ഒരു അകലം വളരെ വളരെ എന്താ പറയുക, നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ആ ഒരു അകലം കുറച്ചുകൊണ്ട് അവിടെ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഇവർ വളരെ നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തീരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ തരത്തിലുള്ള സന്തുലിതാവസ്ഥ ഇനി സമൂഹത്തിൽ നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കോടന്നൂർ ചാക്യാർക്കടവ് വേൾഡ് കോർണർ കലാകായിക കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുക കൈമാറിയത്. ക്ലബ് പ്രസിഡന്റ് PD ബെന്നി, സെക്രട്ടറി PJ സനീഷ്, അംഗങ്ങളായ ലിജീവ്, ജോബി, സലീഷ്, വിൻസൻ, വർഗീസ്, രാഹുൽ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻവയോൺമെന്റ് ഫോർ എഡ്യൂക്കേഷന്റെ ഭാഗമായി ശലഭോദ്യാനമൊരുക്കി. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ R മിനിജകുമാരി, VB ഷീബ എന്നിവരാണ് ശലഭോദ്യാനം സ്പോൺസർ ചെയ്തത്. പ്രധാനാധ്യാപകൻ CS രാജുവിന് ശലഭോദ്യാനം അധ്യാപകർ സമ്മാനിച്ചു. എല്ലാ സീസണിലും പൂക്കുന്ന 8 ഹൈബ്രിഡ് നാടൻ ഇനങ്ങളിലുള്ള ചെടികളാണ് ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇക്കോ ക്ലബ്ബ് കൺവീനർമാരായ KV സുജാത, PR രാജി എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് CNGLP സ്കൂളിൽ കലോത്സവം സമന്വയത്തിന് തുടക്കം. കലോത്സവത്തിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഫിറോഷ് മോഹൻ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, MBTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ, കലോത്സവം കൺവീനർ ശ്രീജ, ജോയിന്റ് കൺവീനർ ശാലിനി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് ഒരുപാട് ഡിസാസ്റ്ററിലൂടെയാണ് നമ്മളുടെ ലോകം തന്നെ കടന്നു പോകുന്നത്. വെള്ളപ്പൊക്കം, കൊറോണ, അതുപോലെ ഇപ്പോൾ ഉരുൾപൊട്ടൽ. അപ്പം എല്ലാ ദുഃഖത്തിലൂടെ പോകുമ്പോഴും ദുഃഖത്തിൽ കിട്ടുകയും ആ ദുഃഖത്തിൽ നിന്ന് കരകയറി വരാൻ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഈ കലോത്സവം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിൽ കലോത്സവം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ വീട്ടിലമ്മമാർക്കൊക്കെ കലോത്സവത്തിൻ്റെ ആ ടൈമിലൊക്കെ വളരെ സന്തോഷമാണ്. പിന്നെ പഠിപ്പിക്കേണ്ട കുട്ടികളെ, പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് പെർഫോമൻസിൻ്റെ ആ ഒരു ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു സന്തോഷം, മറ്റുള്ള കുട്ടികൾക്ക് നല്ല നല്ല വേഷങ്ങളിട്ട് വന്ന് കളിച്ച് അടിച്ചിട്ട് മറത്ത് നടക്കാവുന്ന, ഞാനൊക്കെ അങ്ങനെയായിരുന്നു. പരമാവധി കലാപരമായിട്ടൊരു സംഭവത്തിൽ
ഡാൻസാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ പുതിയ പുതിയ സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപാട് കലോത്സവങ്ങളിൽ നിന്നല്ല, ഒരു യുവജനോത്സവത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ. ചെവൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര താരം ഡോക്ടർ കൃപ ഉദ്ഘാടനം ചെയ്തു. ഹൗസ് ക്യാപ്റ്റൻസ് ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ബിദ ഫ്രാൻസിസ് തരകൻ, PTA പ്രസിഡന്റ് MK വിനോദ്, MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ, CALP സ്കൂൾ HM TR ജെറീന, കൺവീനർ ദിവ്യ ജോയ് എന്നിവർ സംസാരിച്ചു. ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ കടലാശ്ശേരി വല്ലച്ചിറ ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം സംഘടിപ്പിച്ചു. സന്ദീപ് വാര്യർ സന്ദേശം നൽകി. വല്ലച്ചിറ NSS പ്രസിഡന്റ് C കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി ബിനോജ്, മാതൃസമിതി വൈസ് പ്രസിഡന്റ് നിമിഷ, മാലി പവനൻ, രാജേന്ദ്രൻ, സരിത, സന്തോഷ് കുമാർ, അംബിക ദിവാകരൻ, സ്കൂൾ മാനേജർ C രാകേഷ്, വിദ്യാലയ സമിതി എക്സിക്യൂട്ടീവ് അംഗം KM സിദ്ധാർത്ഥൻ, മാതൃസമിതി പ്രസിഡന്റ് സേതുലക്ഷ്മി സൂരജ് എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് ഈ ശ്രീരാമൻ ഇത്രയധികം, ഇന്ന് നമ്മൾ ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. ബ്രിട്ടീഷുകാരാണ് നമ്മളുടെ രാഷ്ട്ര നിർമ്മിതിയിൽ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊരു അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സമയത്തും ശ്രീരാമന്റെ കഥ അതിനും ഉപരിയായിട്ട് ഈ ഭാരതഖണ്ഡത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഈ ഒരു സംസ്കാരത്തിനെ കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് ശ്രീരാമന്റെ കഥ ഉപയോഗിച്ചിരുന്നത് എന്നൊരു ആലോചന ഒന്ന് എല്ലാവരും ഒന്ന് കൊണ്ടുവന്ന് നോക്കും. ഈ രാമപുരം എന്ന് പറയുന്നത് ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ രാമായണത്തിലെ കഥയും കഥാപാത്രങ്ങളും അന്നത്തെ സ്ഥലങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ എത്രയധികം നമ്മളെ സ്വാധീനപ്പെടുത്തുന്നത്. ചേർപ്പ് രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനായി ഒപ്പുശേഖരണം നടത്തി. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് നിന്നും വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സ്മൃതി ദീപയാത്രയും ചടങ്ങിൽ സംഘടിപ്പിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഭാരതൻ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ഷനിൽ പെരുവനം അധ്യക്ഷത വഹിച്ചു. സെന്റർ വൈസ് പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട, പ്രവീൺ ആഞ്ചേരി, രാമചന്ദ്രൻ, VR രഞ്ജീഷ്, അഭിഷേക് ആറ്റുപുറത്ത്, ഷാജി എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, PTA പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി, പ്രധാനാധ്യാപിക AJ പ്രിൻസി എന്നിവർ സംസാരിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. കർഷകർക്കും സംരംഭകർക്കും കൈത്താങ്ങാകാൻ ലക്ഷ്യമിട്ട് കുരിയച്ചിറയിൽ കർഷക സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രീൻ കുരിയച്ചിറയുടെയും ചുറ്റുവട്ടം നാട്ടുചന്തയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക സ്റ്റോറിന്റെ പ്രവർത്തനം. ഏതൊരു കർഷകരും സംരംഭകനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥിരം വേദിയായാണ് ചുറ്റുവട്ടം ഗ്രീൻ ഫാമേഴ്സ് സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത്. കാലത്ത് 8 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രവർത്തനം. ചലച്ചിത്ര താരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ കുരിയച്ചിറ പ്രസിഡന്റ് ഡോക്ടർ ടോമി ഫ്രാൻസിസ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ചുറ്റുവട്ടം നാട്ടുചന്ത കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, ഫാദർ തോമസ് വടക്കൂട്ട്, ഫാദർ ഡെന്നി തലോക്കാരൻ, CL ജോയ്, PR വിൽസൺ, ചാർലി പന്തലൂക്കാരൻ, ജോൺ വാഴപ്പിള്ളി, സണ്ണി തെക്കത്ത, ബിനി റഫീഖ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിൽ പ്രസിഡന്റും കരാറുകാരും തമ്മിലുള്ള രഹസ്യബന്ധം വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. റോഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. നിരവധി പേർ അപകടത്തിൽപ്പെടുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായിട്ടും റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കുഴികൾ അടപ്പിക്കാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് കരാറുകാരുമായുള്ള രഹസ്യബന്ധത്തിന്റെ ഭാഗമാണെന്നും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പറഞ്ഞു. കരാറുകാരെ താലോലിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമീപനത്തോട് പഞ്ചായത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്ത് മെമ്പർമാരും എതിരാണ്. വഴിയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലാണ് തളിക്കുളത്തെ ഗ്രാമീണ റോഡുകൾ. ഇനിയും റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഇടശ്ശേരി ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PI ഷൌക്കത്ത് അലി പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിറോസ് ത്രിവേണി, PM അമീറുദ്ദീൻ ഷാ, രമേശ് ഐനിക്കാട്ട്, മുനീർ ഇടശ്ശേരി, MA മുഹമ്മദ് ഷഹബു തുടങ്ങിയവർ നേതൃത്വം നൽകി.
കളിക്കുളത്തരോടുകൾ കുഴികളാക്കി മാറ്റിയോ. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേള അരങ്ങേറി. ടെലി സീരിയൽ താരം ഷാൻസായി ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി സെക്രട്ടറി വിജയൻ മേപ്രത്ത്, പ്രസിഡന്റ് TC തിലകൻ, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയെ ചടങ്ങിൽ ആദരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 6 വേദികളിലായി 40 ദിനങ്ങളിൽ 800ഓളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ശ്രീകോവിലിന് മുൻപിലുള്ള ഭണ്ഡാരം തകർത്ത് മറിച്ചിട്ട നിലയിലാണ്. രാവിലെ ക്ഷേത്രത്തിൽ സഹായത്തിനായി എത്തിയ സ്ത്രീയാണ് ഭണ്ഡാരം പൊളിച്ചത് കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീകോവിലിന് മുൻപിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വെച്ചിരുന്ന വിളക്ക് തകർത്ത നിലയിലും കണ്ടെത്തി. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച വെണ്ടൂർ നമ്പൂരിയച്ചൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടന്നിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,565 രൂപ, പവന് 52,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിറവിൽ ആറാട്ടുപുഴയും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് തുടക്കമായി. സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ ചാക്യാർക്കടവ് വേൾഡ് കോർണർ കലാകായിക കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സംഭാവന നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുക കൈമാറിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻവയോൺമെന്റ് ഫോർ എഡ്യൂക്കേഷന്റെ ഭാഗമായി ശലഭോദ്യാനമൊരുക്കി. ഉദ്യാനം സമർപ്പിച്ചത് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ കലോത്സവത്തിന് തുടക്കം. ചലച്ചിത്ര താരം ഡോക്ടർ കൃപ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNGLP സ്കൂളിൽ കലോത്സവം സമന്വയത്തിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.